ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒന്നാണ്, പ്രത്യേകിച്ച് ഭരണമുന്നണിയായ CPM. കാരണം 30 വർഷങ്ങളായി അവരുടെ കുത്തക സീറ്റായ ചേലക്കര ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ അത് പിണറായി വിജയൻ സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും വിശ്വാസ്യതയുടെ അടിത്തറ തന്നെ ഇളക്കിക്കളയും. UDF-നെ സംബന്ധിച്ചാണെങ്കിൽ ചേലക്കരയിലെ ഒരു വിജയം രാഷ്ട്രീയമായ ഒരു തിരിച്ചുവരവിന് UDF-ന് വഴിയൊരുക്കും. 2026 UDF തിരികെ അധികാരത്തിലെത്തുമെന്ന ഒരു പ്രതീതി തന്നെ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടും. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വളരെ കൃത്യതയോടെ പ്രവചിച്ച് ശ്രദ്ധ നേടിയ CP റാഷിദിന്റെ ചേലക്കര പ്രവചനമാണ് ശ്രദ്ധേയമാകുന്നത്. വാർത്താ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയും മാധ്യമ പ്രതികരണങ്ങൾ വളരെ ആഴത്തിൽ വിശകലനം ചെയ്തു ജനങ്ങളുടെ മനോവികാരങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുമൊക്കെയാണ് റാഷിദ് തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ 90% അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവചനങ്ങളും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു. ചേലക്കരയിൽ CP റാഷിദിന്റെ വിശകലന പ്രകാരം സാമാന്യം ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തിൽ, വളരെ നേരിയത് മുതൽ സാമാന്യം ഭേദപ്പെട്ടത് എന്ന നിലയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന്റെ നിരീക്ഷണ പ്രകാരം 1850 മുതൽ 4400 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രമ്യ ഹരിദാസിന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. UDF-ന് 41% മുതൽ 44.5% വരെ വോട്ടുകളും, LDF-ന് 40% മുതൽ 43% വരെ വോട്ടുകളും, BJP-ക്ക് 12 മുതൽ 16% വോട്ടുകളുമാണ് അദ്ദേഹം കണക്കുകൂട്ടുന്നത്. മറ്റൊരു പ്രത്യേകതയുള്ളത് PV അൻവറിന്റെ പ്രതിനിധിയായ DMK സ്ഥാനാർത്ഥിക്ക് 1.5 മുതൽ 3% വോട്ടുകൾ ലഭിക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഇത്തരത്തിൽ നോക്കിയാൽ ഒരു പരിധിവരെ ഇടതുമുന്നണിയുടെ പരാജയം ഉറപ്പിക്കുന്നത് PV അൻവറിന്റെ സാന്നിധ്യമാണെന്നും നാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി റാഷിദ് തന്റെ പ്രവചനത്തിൽ നടത്തുന്നുണ്ട്. പതിവ് പോലെ പാർട്ടി കൂറ് അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യുക എന്ന സമീപനത്തിൽ നിന്നും മാറി ചേലക്കരയിലെ വോട്ടർമാർ വിഷയാധിഷ്ഠിത വോട്ടിങ്ങിലേക്ക് ചുവട് മാറ്റുന്നു. അതുകൊണ്ടാണ് ചേലക്കരയിലെ മാറ്റം സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. റാഷിദിന്റെ പ്രവചനങ്ങൾ ശരിയാണോ എന്നറിയാൻ നിങ്ങളെപ്പോലെ ഞാനും 23-ാം തീയതിക്കായി കാത്തിരിക്കുന്നു. അതുവരെ നന്ദി.